ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ഒരു സ്പെഷ്യൽ ഗ്രിൽ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കാനായി ഞാൻ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പാത്രക്കടവ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ 2 കോഴി കൊണ്ടാണ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഗ്രിൽ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല മനോഹരമായ പുഴയുടെ തീരത്ത് വെച്ചാണ് ഞാൻ ഈ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കണം. മസാല തയ്യാറാക്കുന്ന രീതി എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കന് നമുക്ക് നന്നായിട്ട് കഴുകണം. നല്ല വൃത്തിയിൽ കഴുകണം. അകം പുറമൊക്കെ നന്നായിട്ട് കഴുകണം. ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ അകം പുറവും നന്നായിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള ചിക്കന് തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കണം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊരു ബോളിലാണ് മസാല ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ബോളിലാണ് മസാല ആദ്യം മിക്സ് ആക്കുന്നത്. ബോളിലേക്ക് ഒരു പാക്കറ്റ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നാടൻ തൈരാണ്, മിൽമ തൈരാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള ഗ്രിൽ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, അതായത് മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ, ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. സ്വല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം, നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടി, നല്ല സ്പൈസി ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് വരയണം, രണ്ട് സൈഡും കാൽഭാഗം ജസ്റ്റ് ഭാഗം നന്നായിട്ട് വരയുക, കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മിക്സാക്കി വെച്ച മസാല ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഉൾഭാഗവും പുറം ഭാഗവും നന്നായിട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മസാല എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം, റെസ്റ്റിന് വെക്കണം. അപ്പം മസാല നന്നായിട്ട് പിടിക്കും, നല്ല സ്പൈസി ആയി വരും. ഇനി നമുക്ക് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ ഒരു സ്റ്റാൻഡ് വേണം. ഞാൻ മുള കൊണ്ടാണ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. ഒരു 5 പീസ് മുള വേണം നമുക്ക്, സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
നമ്മുടെ ഗ്രിൽ ചിക്കനുള്ള അടുപ്പ് ഞാൻ കല്ല് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇഷ്ടിക വെച്ച് കൊടുത്താൽ വളരെ നന്നായിരുന്നു. എൻ്റെ കയ്യിൽ ഇഷ്ടിക ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കല്ല് വെച്ച് കൊടുത്തിട്ടുള്ളത്. പുഴയിൽ നിന്നെടുത്ത കല്ലാണ്. ഇനി നമുക്ക് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള സ്റ്റാൻഡ് തയ്യാറാക്കണം. അതിനായി ഞാൻ 5 പീസ് മുളയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഈ രണ്ട് പീസ് മുള ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കെട്ടി കൊടുക്കണം. നമുക്ക് കെട്ടുകമ്പി കൊണ്ട് കെട്ടുകയാണ് വളരെ നല്ലത്. എന്നാൽ തീ കത്തുന്ന സമയത്ത് അത് അഴിഞ്ഞു പോകില്ല. 2 മുള ചെരിച്ച് വെച്ച് കെട്ടി കൊടുക്കുക. 2 സൈഡിലും ഈ 2 മുള വീതം ചെരിച്ച് വെച്ച് കെട്ടി കൊടുക്കുക. അത് മണ്ണിൽ നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു മുളയുടെ പീസ് അത് മുകളിൽ വെക്കാനാണ്. അതിൽ കോർത്ത് വെക്കുകയാണ് ചിക്കൻ ചെയ്യേണ്ടത്. ചിക്കൻ ആ മുകളിൽ വെച്ച മുളയുടെ പീസിലാണ് ചിക്കൻ കോർത്ത് വെക്കുക. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കനുള്ള അടുപ്പ് നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. ഞാൻ വിറകാണ് ഇട്ടിട്ടുള്ളത്. വിറകും സ്വല്പം കരിയും കൂടി ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് കത്തിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ചിക്കൻ ഇതുപോലെ കോർത്ത് ആ മുളയുടെ പീസിൽ കോർത്ത് വെക്കണം. ചിക്കൻ്റെ അകത്ത് കൂടെ കമ്പ് കോർത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ചിക്കൻ നന്നായിട്ട്, ഞാൻ ചെറിയ കെട്ടുകമ്പി കൊണ്ടാണ് കെട്ടുന്നത്, നന്നായിട്ട് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ടില്ലെങ്കിൽ ചിക്കൻ നമുക്ക് തിരിക്കാൻ കഴിയില്ല. തിരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ തിരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ കെട്ടുകമ്പി എടുത്തിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുക. കാൽഭാഗവും കഴുത്തിൻ്റെ ഭാഗവും നന്നായിട്ട് കെട്ടി കൊടുക്കുക. നന്നായിട്ട് കെട്ടി വെച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ചിക്കനും മൊത്തത്തിൽ തിരിയില്ല.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് തീ കത്തിക്കുന്ന സമയത്ത് നന്നായിട്ട് പാളി കത്തും. ആ സമയത്ത് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കരുത്. വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ തീ എല്ലാം കത്തി അണഞ്ഞതിന് ശേഷം കണലായി വരും. കണലായതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക, ചിക്കൻ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഇടക്ക് ഒരു 10 മിനിറ്റ് 5 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് തിരിച്ച് കൊടുക്കുക. തിരിച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കരിയെല്ലാം നന്നായിട്ട് കത്തി തീയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല കണലായി വന്നിട്ടുണ്ട്, നല്ല കരിയായി വന്നിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുക, ഇതുപോലെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് വേവിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ഗ്രിൽ ചിക്കൻ നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നന്നായിട്ട് വേവാൻ സമയമെടുക്കും. നന്നായിട്ട് വേവാനായിട്ട് 1 മണിക്കൂറോളം ഏകദേശം സമയമെടുക്കും. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തിരിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് പുഴയുടെ തീരത്തൊക്കെ പാടത്ത് വെച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഗ്രിൽ ചിക്കന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നല്ല ചുവന്ന കളറായിട്ടുണ്ട്. നന്നായിട്ട് ഏകദേശം വെന്ത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല ചുവന്ന കളറായി കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് തയ്യാറായിട്ടുണ്ട്. വളരെ ഈസിയാണ്, നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മൾ കൂടുതലും മസാലകളൊന്നും സാധാ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് മുളക്കമ്പിൽ നിന്ന് മാറ്റണം. ആദ്യം നമ്മൾ കെട്ടിവെച്ച കമ്പി ഊരിയെടുക്കുക.
അപ്പം നമ്മുടെ അൽഫാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കമ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.